ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഇന്ന് പെസഹ വ്യാഴമല്ലേ? ഇന്നെങ്കിലും തനിക്ക് തൻ്റെ കുത്തിത്തിരിപ്പ് ഒഴിവാക്കിക്കൂടെ? അതെ, ഇന്ന് പെസഹ വ്യാഴമല്ലടോ. ഇന്നെങ്കിലും തനിക്ക് ഈ തരം കുത്തിത്തിരിപ്പ് വീഡിയോകൾ ഇറക്കാതിരുന്നുകൂടെ? പോയി കുറച്ചു നേരം പ്രാർത്ഥിച്ചുകൂടെ? ചെയ്യാമായിരുന്നു. പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്കിലും പെസഹ വ്യാഴം ഈ കാര്യങ്ങൾ ഞാൻ പറയേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പെസഹ വ്യാഴാഴ്ച കുർബാന സ്ഥാപിക്കുന്ന സമയത്താണ് സ്നേഹത്തിൻ്റെയും രമ്യതയുടെയും കൂതാശയും വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന ആ മേശപ്പുറത്ത് വെച്ചാണ് നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് പറഞ്ഞത്. അത് വല്ലാതെ ശിഷ്യന്മാരെ വേദനിപ്പിച്ചിരുന്നു. അത് ഞാനോ കർത്താവേ എന്ന് ഓരോരുത്തരും ചോദിച്ചു. അപ്പം എല്ലാവരുടെ ഉള്ളിലും ഈ ഒറ്റിക്കൊടുക്കലിൻ്റെ ചിന്തകളുണ്ട്. വാസ്തവത്തിൽ പാപത്തിൻ്റെ ചിന്തകളുണ്ട്. അത് ഞാനോ റബ്ബി ഗുരു ഞാനോ എന്ന് യൂദാസും ചോദിച്ചു, ഒറ്റിക്കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ട്. ഇത് വല്ലാതെ വേദനിപ്പിച്ചു എന്നുള്ള കാര്യം സുവിശേഷങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട്. തങ്ങളിൽ 12 പേരിൽ ഒരുവൻ കർത്താവിന് ഒറ്റിക്കൊടുക്കുമെന്നത് വളരെ വേദനിപ്പിച്ചു. കർത്താവിനത് വേറൊരു സന്ദർഭത്തിൽ പറയാമായിരുന്നില്ലേ? എന്തിനാണ് രമ്യതയുടെയും സ്നേഹത്തിൻ്റെ കൂതാശിയായ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന ആ മേശപ്പുറത്ത് വെച്ച് നിങ്ങളിൽ ഒരാൾ ഒറ്റിക്കൊടുക്കുമെന്ന ആ കഠിനമായ വാക്കുകൾ കർത്താവ് പറഞ്ഞത്? അപ്പോൾ നമ്മുടെ സഭ ഒറ്റിക്കൊടുക്കുന്ന അതിൻ്റെ സഭാതലവനും അതിൻ്റെ അങ്ങോരുടെ വികാരിയും വിമത വൈദികർ അൽമായ മുന്നേറ്റക്കാർ അവർ കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്നു എന്ന കാര്യം ഇന്ന് പെസഹ വ്യാഴാഴ്ച വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിൻ്റെ ഓർമ്മ തിരുനാൾ ആഘോഷിക്കുന്ന അന്ന് തന്നെയല്ലേ ലോകത്തോട് പറയേണ്ടത്, മാലോകരോട് പറയേണ്ടത്? ഏത് മേശപ്പുറത്താണോ, ഏത് അൾത്താരയിലാണോ അവർ കുർബാന അർപ്പിക്കുന്നത്, അതേ അൾത്താരയിൽ വെച്ചിട്ട് കർത്താവിന് ഒറ്റിക്കൊടുക്കുന്ന ഓശാന പാടുന്നു എന്ന സത്യം ലോകത്തെ അറിയിക്കേണ്ടത് ഇന്ന് തന്നെയല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നാണ് ഏറ്റവും നന്നായിട്ട് അവതരിപ്പിക്കേണ്ടത് ഈ ഒറ്റിക്കൊടുക്കലിനെ കുറിച്ച്. കുറച്ചുകൂടി കഴിയുമ്പോൾ ഞാൻ പറയാം എന്തുകൊണ്ടാണെന്നത്. കർത്താവ് ചെയ്തതുകൊണ്ടാണ് ഒരു കാരണം, മറ്റു കാരണങ്ങൾ കൂടിയുണ്ട്. ഇനി ഈ നിങ്ങളിലുള്ള ഒറ്റിക്കൊടുക്കുമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, അന്ത്യത്താഴത്തിൻ്റെ ഇരിക്കുന്ന രീതി സി ആകൃതിയിൽ ഇന്നലെ ഞാൻ കാണിച്ചു തന്നായിരുന്നു. അതിൽ പത്രോസ് ഈ അറ്റത്താണ് ഇരിക്കുന്നത്. അവിടുന്ന് ആംഗ്യം കാണിച്ച് ചോദിച്ചു, ഇങ്ങേ അറ്റത്തിരിക്കുന്ന യോഹന്നാനോട് ആരാണെന്ന് ചോദിക്കാൻ, യേശുവിനോട് ആരാണ് ഒറ്റിക്കൊടുക്കാൻ ചോദിക്കുക. അപ്പോൾ യേശുവിൻ്റെ വക്ഷത്തിലേക്ക് ചാരിക്കിടന്ന യോഹന്നാൻ ആരാണെന്ന് എന്നെ ഒറ്റിക്കൊടുക്കാൻ ചോദിച്ചു. എന്നോടൊപ്പം കൈമുക്കുന്നവൻ, പാത്രത്തിൽ കൈമുക്കുന്നവൻ, സോസിൽ കൈമുക്കുന്നവൻ, ഞാൻ ആർക്ക് നേരിട്ട് അപ്പകഷ്ണം കൊടുക്കുന്നുവോ അവൻ എന്ന് കർത്താവ് പറയുകയും ചെയ്തു. ഇതൊക്കെ ആ മേശപ്പുറത്ത് വരുന്നല്ലേ നടന്നത്? കർത്താവ് കുർബാന സ്ഥാപിച്ച മേശപ്പുറത്ത് ആ സമ്മതത്തില്ലേ. എന്നിട്ട് അപ്പകഷ്ണം മുക്കി അപ്പകഷ്ണം എടുത്ത് കർത്താവ് യൂദാസിന് കൊടുത്തു. അപ്പോൾ സാത്താൻ അവൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. യോഹന്നാൻ 13:27. ഇതൊക്കെ ഈ കുർബാനയ്ക്ക് ഇടയ്ക്ക് നടക്കുന്ന സംഗതികളാണ്. സാത്താൻ ഉള്ളിൽ പ്രവേശിച്ചെന്ന് വാചകം എഴുതിയിരിക്കുന്നു. യൂദാസിന്റെ ഉള്ളിൽ സാത്താൻ പ്രവേശിച്ചു. ഈ സ്നേഹത്തിന്റെ കൂതാശയ്ക്ക് ഇടയിലാണ് ഇത് സംഭവിച്ചത്. ഈ ആഭിചാര കുർബാന സ്വീകരിച്ചവരുടെ ഉള്ളിലേക്ക് സാത്താനല്ലേ പ്രവേശിച്ചത്? തോട്ടുപുറച്ചനെ തല്ലി പുറത്താക്കിയപ്പോൾ അവരുടെ ഉള്ളിലേക്കും അതിന് നേതൃത്വം കൊടുത്ത അച്ഛൻ്റെ ഉള്ളിലേക്കും ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അവർക്ക് സാത്താനല്ലേ പ്രവേശിക്കുന്നത്? മൂത്രപ്പുരയുടെ മുമ്പിൽ ഒരു ഒരുക്കവുമില്ലാതെ സമരമുറ പോലെ കുർബാന അർപ്പിച്ചവരുടെ ഉള്ളിലേക്ക് ജീവന്റെ അപ്പമാണോ പ്രവേശിച്ചത്? കർത്താവാണോ പ്രവേശിച്ചത്? അല്ല, സാത്താനല്ലേ പ്രവേശിച്ചത്. അപ്പോൾ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെ ഓർമ്മ ആചരിക്കുന്ന ഇന്ന് തന്നെയല്ലേ ഇതേക്കുറിച്ചെല്ലാം പറയേണ്ടത്? പത്രോസിന്റെ തള്ളിപ്പറയലിനെ കുറിച്ചും കർത്താവ് പറഞ്ഞത് ഇതേ മേശപ്പുറത്ത് വെച്ചല്ലേ? അത് വേദനാജനകമല്ലേ? എന്നോടൊപ്പം ഭക്ഷണം കഴിച്ചവൻ, എൻ്റെ പാത്രത്തിൽ കഴിച്ചവൻ തന്നെ എനിക്കെതിരെ കുതികാലുയർത്തി എന്ന തിരുവചനം കർത്താവ് പറഞ്ഞതും ഈ മേശപ്പുറത്ത് വെച്ചല്ലേ? സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ട് ശിഷ്യന്മാർ ഉപേക്ഷിക്കുമെന്ന് കർത്താവ് പറഞ്ഞതും ഇതേ മേശപ്പുറത്ത് വെച്ചല്ലേ? വിശുദ്ധ കുർബാന സ്ഥാപിച്ച മേശപ്പുറത്ത് വെച്ചല്ലേ? ഇതിനു മുമ്പ് തൊട്ട് മുമ്പാണ് ഈ മറിയം തൈലാഭിഷേകം കർത്താവിന് തൈലാഭിഷേകം ചെയ്യുന്നത്. ആ വീട്ടിൽ വെച്ചാണ് യൂദാസ് അതിനെ വിമർശിച്ചത്. 300 ധനാറക്കിയുള്ള ഈ സംഗതി, ഇത്രയും വിലപിടിച്ച സംഗതി അത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നില്ലേ? മറിയത്തിന്റെ പ്രവൃത്തി സ്നേഹത്തിന്റെ പ്രവൃത്തിയാണെന്ന് യേശു വ്യാഖ്യാനിച്ചിട്ടും അത് ഉൾക്കൊള്ളാൻ യൂദാസിന് കഴിഞ്ഞില്ല. അവിടെ ഈ സ്നേഹത്തിന്റെ സുവിശേഷം എഴുതിയ യോഹന്നാൻ പറയാണ്, യൂദാസ് അങ്ങനെ പറഞ്ഞത് ദരിദ്രരുടെ സ്നേഹമുള്ളത് കൊണ്ടല്ല,
അവൻ കള്ളനായിരുന്നത് കൊണ്ടും അവൻ കട്ടെടുത്തിരുന്നത് കൊണ്ടുമാണ്. സ്നേഹത്തിന്റെ സുവിശേഷം എഴുതിയ ആളാണ് യൂദാസിനെ കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അവൻ കള്ളനായിരുന്നു, അവൻ കട്ടെടുത്തിരുന്നു. ദരിദ്രമുള്ള സ്നേഹം കൊണ്ടല്ല. ഇപ്പൊ നമ്മുടെ ആൾക്കാർ ഈ കത്തോലിക്ക സഭയും മുഴുവൻ കുറ്റപ്പെടുത്തുന്നത് ദരിദ്രമുള്ള സ്നേഹം കൊണ്ട് അല്ല. അവർ സ്വയമേവ കള്ളന്മാരായതുകൊണ്ടും കട്ടെടുക്കുന്നത് കൊണ്ടുമാണ്. ഈ കുർബാന അർപ്പിക്കുന്ന അച്ഛന്മാരുടെ കുറെ പേര് കട്ടെടുക്കല്ലേ. 8 കിലോ സ്വർണ്ണമാണ് ഒരാൾ കട്ടെടുത്തെന്ന് പറയുന്നു. 88 ലക്ഷം രൂപയാണ്, അതിൽ 16 ലക്ഷം അമ്മയുടെ പേരിൽ മാറ്റി എന്നൊക്കെ പറയുന്നു. ഈ കുർബാന അർപ്പിക്കുന്നത് അവർ തന്നെയാണ്. അപ്പോൾ ഈ സ്നേഹത്തിന്റെ മേശപ്പുറത്തിരിക്കുന്ന അതേ യൂത അല്ലേ, അവരിൽ കുറെ പേര് സ്നേഹിക്കുന്നവരുണ്ട്, കുറച്ചുപേര് കട്ടെടുക്കുന്നവരും കള്ളന്മാരുമുണ്ട്. അതും പറയുന്നത് ഒരേ വേദിയിൽ വെച്ചിട്ടാണ്. അപ്പൊ രമ്യതയുടെയും സ്നേഹത്തിന്റെയും കൂദാശ കുർബാനയെ സ്ഥാപിച്ച അതേ സമയത്താണ് ഈ കള്ളന്മാരെ കുറിച്ചും കട്ടെടുക്കുന്നവരെ കുറിച്ചും പറയേണ്ടത്. കാരണം ബൈബിളിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, കർത്താവ് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, സ്നേഹത്തിന് സുവിശേഷമെത്തിയ യോഹന്നാൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും അതൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. കുരിശിന്റെ വഴി പലത് ചൊല്ലാൻ വളരെ എളുപ്പമാണ്. ഒരു ഭക്തകൃത്യം നടത്താൻ എന്താ അത്ര പ്രയാസം? എന്നാൽ ഈ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഒക്കെ കർത്താവിന് കൊടുക്കണമെങ്കിൽ സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കണം, കർത്താവിന്റെ പക്ഷത്ത് നിലയുറപ്പിക്കണം, സഭയുടെ പക്ഷത്ത് നിലയുറപ്പിക്കണം. കള്ളന്മാരായ കൊള്ളക്കാരായ വിമത വൈദികരുടെ പക്ഷത്ത് നിൽക്കരുത്. ആക്രമണകാരികളായ അൽമായമ്മക്കാരുടെ പക്ഷത്ത് നിൽക്കരുത്. അപ്പോഴേ ഈ കുർബാന എന്ന് പറയുന്ന പരിശുദ്ധ കുർബാന എന്ന് പറയുന്ന സ്നേഹത്തിന്റെ കൂതാശയാകൂ. അല്ലെങ്കിൽ അത് ഒറ്റുകാരന്റെ മേശയായിട്ട് മാറും, കട്ടെടുക്കുന്നവന്റെ മേശയായിട്ട് മാറും. ഞാനൊന്ന് ആവർത്തിക്കുകയാണ്. ഈ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഒക്കെ കർത്താവിന് ശരിക്കും കൊടുക്കണമെങ്കിൽ സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കണം. അതായത് സഭ തീരുമാനിച്ച കുർബാന, ഏകീകൃത കുർബാനയുടെ പക്ഷത്ത് നിൽക്കണം. അപ്പോഴേ കർത്താവിന്റെ പക്ഷമാകൂ, സത്യത്തിന്റെ പക്ഷമാകൂ. അപ്പോഴേ അത് ആരാധനയ്ക്ക് ചേർന്ന രീതിയാകൂ. മറിച്ചാണെങ്കിൽ സഭയ്ക്കെതിരെയാണ്, കർത്താവിനെതിരെയാണ്, സത്യത്തിനെതിരെയാണ്. വിമത വൈദികര് കള്ളന്മാരും കൊള്ളക്കാരുമാണ്. അവരുടെ പക്ഷത്ത് നിലയുറപ്പിച്ചിട്ട് അൽമായ മുന്നേറ്റക്കാർ ആക്രമണകാരികളാണ്. അവരുടെ പക്ഷത്ത് നിലയുറപ്പിച്ചിട്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധന സ്തുതി എന്ന് പറഞ്ഞാൽ പരിശുദ്ധ പരമകാരുണ്യത്തിന് ആരാധനയും സ്തുതി ആകില്ലത്. മറിച്ച് അവരാ കുർബാനയെ ആഭിചാരം ചെയ്തവരാണ്, സമരമുറയാക്കിയവരാണ്, കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന അച്ഛനെ തല്ലി ഓടിച്ചവരാണ്. അപ്പൊ ഈ കുർബാനയെയാണ് അവർ ഏറ്റവും കൂടുതൽ മോശമായി അവതരിപ്പിക്കുന്നത്. അതിന് ഇന്ന് തന്നെയാണ് ഞാൻ ഇതേക്കുറിച്ച് പറയേണ്ടത്. കാരണം വിമത വൈദികർ യൂദാസിനെ പോലെയാണ്, അൽമായ മുന്നേറ്റക്കാർ യൂദാസിനെ പോലെയാണ്. അവർ കള്ളന്മാരും കട്ടെടുക്കുന്നവരും കവർച്ചക്കാരും ആക്രമണകാരികളുമാണ്. ഇത് ഞാൻ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതല്ലോ, തെളിവുകൾ ഞാൻ തരേണ്ട കാര്യമില്ലല്ലോ. കുപ്പിയേറിയ പൊന്തിഫിക്കൽ ഡെലഗേറ്റ് കുപ്പിയേറിയ സാന്ദ്രപിതാവിനെ കോലം കത്തിക്കുക, പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ ചെയ്തതാണ്. അതിനേക്കാളേറെ ചെയ്തിട്ടുണ്ട്. അരമന ആക്രമിക്കുക, പോലീസുകാർ ആക്രമിക്കുക, എന്നിട്ട് നുണ പറയുക. പിശാചിന്റെ തല്ലത്ത് ഏത് പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത്? ഈ സ്നേഹത്തിനൊരു പ്രശ്നമുണ്ട്. ആദ്യത്തെ സഹോദരന്മാരെന്നൊക്കെയാൻ ബ്രദേഴ്സ്, കായനും ആബേലിനെ കൊന്നു, സഹോദരനെ കൊന്നു. ഏറ്റവും ആദ്യത്തെ മനുഷ്യ ചരിത്രത്തിൽ ആദ്യത്തെ സഹോദരന്മാരാണ് രക്തബന്ധുക്കൾ. എന്താ പറ്റിയത്? കായന്റെ സ്നേഹം, ഈ സഹോദര സ്നേഹം ദൈവസ്നേഹത്താൽ പരിശുദ്ധമാക്കപ്പെട്ടില്ല, ശുദ്ധീകരിക്കപ്പെട്ടില്ല. ദമ്പതികളുടെ സ്നേഹം ദൈവസ്നേഹത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ അത് വഷളാകും. അങ്ങനെയാണ് ഈ ഡൈവോഴ്സുകൾ സംഭവിക്കുന്നത്, വിവാഹമോചനം. മാതാപിതാക്കളും മക്കൾ തമ്മിലുള്ള സ്നേഹം അത് ദൈവസ്നേഹത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ അത് വിഷമായിട്ട് മാറും. സ്നേഹിതന്മാർ തമ്മിലുള്ള സ്നേഹം ദൈവസ്നേഹത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ അത് വിഷമായിട്ട് മാറും. ഏത് സ്നേഹവും അങ്ങനെയാണ്. ഏത് സ്നേഹവും, ഈ മാതാപിതാക്കളും മക്കൾ തമ്മിലുള്ള സ്നേഹം, ദമ്പതികൾ തമ്മിലുള്ള സ്നേഹം, സ്നേഹിതന്മാർ തമ്മിലുള്ള സ്നേഹം, സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം, പെങ്ങന്മാരും ആങ്ങളമാരും തമ്മിലുള്ള സ്നേഹം, ഏത് സ്നേഹമാണെങ്കിലും ദൈവസ്നേഹത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ അത് അഴുകാൻ തുടങ്ങും, അത് വിഷമായിട്ട് മാറും.
അതുകൊണ്ടാണ് സ്നേഹത്തിൻ്റെ കൂതാശിയായ കുർബാനയ്ക്കിടയിൽ തന്നെ സ്നേഹം വഷളാകാമെന്നും ദൈവസ്നേഹത്തിൽ ശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ സ്നേഹം വഷളാകാമെന്നും അത് വിഷമായിട്ട് മാറാമെന്നും കർത്താവ് പറഞ്ഞത്. അതിനാൽ സ്നേഹത്തിൻ്റെ കൂതാശയ സ്ഥാപിച്ചതിൻ്റെ സ്മരണയുള്ള ആചരിക്കുന്ന ഇന്ന് തന്നെയാണ് ഞാൻ ഇക്കാര്യങ്ങൾ പറയേണ്ടത്. അത് കർത്താവ് ഈശോമിശിഹ നൽകിയ മാതൃകയാണ്. അതിനാൽ ഇന്ന് തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്, സീറോ മലബാർ സഭയെ ഒറ്റിക്കൊടുക്കുന്ന സഭാ നേതൃത്വത്തെക്കുറിച്ച് നാം വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടത് ഇന്ന് തന്നെയാണ്. അവർ ചെയ്യുന്ന പാപത്തിൻ്റെ ഘോരത ലോകം അറിയേണ്ടത് ഇന്ന് തന്നെയാണ്. അതോടൊപ്പം സഭയെ സ്നേഹിക്കുന്ന എല്ലാവരും മുട്ടിപ്പാറ്റി പ്രാർത്ഥിക്കേണ്ടത്, അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്, അല്ലെങ്കിൽ രാജിവെച്ച് കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ഇന്ന് തന്നെയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.